ഹലോ ഹബീബീസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ആപ്പിൾ ചെറി നട്ടാലോ? ആപ്പിൾ ചെറി നടുന്നതിനായി ഒരു കുഴിയെടുത്ത് മണ്ണിനെ കമ്പോസ്റ്റ് ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശത്രു. അതെ, ഇതാണ്. ഇതിനെ വെറുതെ വിട്ടാൽ നമ്മുടെ തെങ്ങുകളെല്ലാം ഇത് കുറച്ച് കഴിഞ്ഞ് ചിറകെല്ലാം മുളച്ച് വന്നിട്ട് മണ്ടയെല്ലാം കുത്തി നശിപ്പിക്കും. കൊമ്പൻ ചെല്ലിയാണോ ചെമ്പൻ ചെല്ലിയാണോ എന്നറിയില്ല, പക്ഷെ എന്തായാലും നമ്മുടെ ശത്രു തന്നെയാണ്. നമ്മുടെ തെങ്ങുകളെ നശിപ്പിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് കമ്പോസ്റ്റിൽ നിന്നും അതിനെ പറക്കി കരയിലേക്ക് ഇട്ടതിന് ശേഷം കമ്പോസ്റ്റും മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് കക്കാപ്പൊടി ഉണ്ടെങ്കിൽ കക്കാപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാം. കക്കാപ്പൊടി മിക്സ് ചെയ്താൽ മണ്ണിൻ്റെ pH വാല്യൂ ബാലൻസ് ആയി കിട്ടും. പക്ഷേ ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ചെയ്തിടുവാണെങ്കിൽ നല്ലതാണ്. ഒരു 10-15 ദിവസം മുമ്പേ കക്കാപ്പൊടിയും മണ്ണും കമ്പോസ്റ്റെല്ലാം മിക്സ് ചെയ്തിടുവാണെന്ന് നനച്ചു കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ pH വാല്യൂ ബാലൻസ് ആയി കിട്ടും. അപ്പോൾ ചെടി വളരെ പെട്ടെന്ന് തന്നെ പൊടിച്ചു വരികയും ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ മുന്നേ അങ്ങനെ പൊടിച്ചിട്ട മണ്ണാണ് വെച്ചിരുന്നത്, അതുകൊണ്ട് അത് ചേർത്ത് നടാമെന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എനിക്ക് നടാൻ കഴിഞ്ഞു. അങ്ങനെ മണ്ണെല്ലാം ഇട്ടു, ചെടി എടുത്ത് വെച്ച് കഴിഞ്ഞു. ചെടി വെച്ചിട്ട് കുറച്ചുകൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം ചവിട്ടി ഉറപ്പിച്ച് നമുക്ക് വെള്ളം 2 നേരം കൂടെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചെടി നമുക്ക് ഉഷാറായി കിട്ടും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അടിവളമായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണക കമ്പോസ്റ്റോ അല്ലെങ്കിൽ ആട്ടും കാട്ടമോ കമ്പോസ്റ്റ് ആക്കിയത് നമുക്ക് അടിയിൽ ചേർത്ത് കൊടുത്താൽ ചെടിയുടെ വളർച്ച കുറച്ച് ദ്രുതഗതിയിൽ കിട്ടും. ചെടിക്ക് നല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ചുകൂടെ മണ്ണിട്ട് ചവിട്ടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ കാറ്റത്തൊന്നും മറിയത്തില്ല. വേര് വളരെ പെട്ടെന്ന് മണ്ണിലേക്ക് ഇറങ്ങി കിട്ടും. ഇത് പ്ലാസ്റ്റിക് കവറിൽ നിന്നതല്ലയോ, അതിൻ്റെ വേര് ചുരുങ്ങി റൗണ്ടായാലും ചുറ്റി പണഞ്ഞ് കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ മണ്ണിട്ട് ചവിട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മുടെ മണ്ണിലേക്ക് വന്ന് നമ്മൾ കൊടുത്ത വളങ്ങളെല്ലാം അത് എടുത്തു തുടങ്ങും. അപ്പോൾ ചെടി നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.